ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു മോഡലൊക്കെ കൊടുത്തിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുത്താലോ. അതിന് വേണ്ടി ഞാൻ എംബ്രോയ്ഡറിങ് ത്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് മിറേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അജ്രക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇതൊരു മീറ്റർ തികച്ചില്ല, ചെറിയൊരു മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ റയോൺ മെറ്റീരിയലാണ് ഈ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ മെറ്റീരിയലിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഇതുപോലൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഫുൾ ലെങ്ത് എടുക്കാം. ഫുൾ ലെങ്ത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 43.5 ഇഞ്ച് ഫുൾ ലെങ്ത്തായിട്ട് എടുത്തു. ഷോൾഡറായിട്ട് ഞാൻ 6 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ കൊടുത്തിട്ട് 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് എനിക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 11.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു എൽ ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കാം. എൽ ഷേപ്പിൽ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു കോർണർ വരില്ലേ, ആ കോർണറിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം. വേസ്റ്റ് ലെങ്ത് ആയിട്ട് ഞാൻ 14 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യലെത്തുമ്പ് കൂടെ ചേർത്തിട്ട് 14.5 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുത്തു. ഇനി വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 14 ഇഞ്ചിൽ നിന്നാണ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് റൗണ്ട് എനിക്ക് വേണ്ടത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യലെത്തുമ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ 10 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഓപ്പൺ ചുരിദാറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ലെങ്ത്ത് കണ്ടുപിടിക്കാം. ഓപ്പൺ ലെങ്ത് ആയിട്ട് ഞാൻ 20.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 20.5 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യലെത്തുമ്പ് കൂടെ ചേർത്തിട്ട് 21 ഇഞ്ചാണ് ഞാൻ ഓപ്പൺ ലെങ്ത് ആയിട്ട് എടുത്തത്. ഇനി ആ 21 ഇഞ്ചിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്യാം. ഓപ്പൺ റൗണ്ടായിട്ട് എനിക്ക് വേണ്ടത് 11.5 ഇഞ്ചാണ്. ആ 11.5 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യലെത്തുമ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് 13 ഇഞ്ചാണ് ഞാൻ ഓപ്പൺ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തല്ലോ, ഇനി ഇത്രയും മാർക്ക് ചെയ്തത് നമ്മൾക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഓപ്പൺ റൗണ്ട് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഞാൻ ബോട്ടത്തിലേക്കാണ് പിന്നെ ഒരു ലൈൻ വരച്ചു കൊടുത്തത്. ബോട്ടം ഞാൻ എടുത്തത് 12 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യലെത്തുമ്പ് കൂടെ ചേർത്തിട്ട് 13 ഇഞ്ചാണ് ഞാൻ ബോട്ടം മാർക്ക് ചെയ്തത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തത്. ഇനി ഫ്രണ്ട് പാർട്ടിൽ തന്നെയാണ് നമ്മൾ ഈ അജ്രക്ക് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷോൾഡറൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചല്ലോ, ആ ഒരു പീസിനെ ഈ ഒരു അജ്രക്ക് മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്കിതിൻ്റെ ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ അജ്രക്ക് മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് ഞാനൊരു 9 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ കട്ടിംഗ് ഒന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ബാക്ക് പാർട്ട് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി ബാലൻസ് തുണിയെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. സ്ലീവ് ലെങ്ത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യലെത്തുമ്പ് കൂടെ ചേർത്തിട്ട് 1.5 ഇഞ്ച് തയ്യലെത്തുമ്പ് കൂടെ ചേർത്തിട്ട് 15.5 ഇഞ്ചാണ് ഞാൻ സ്ലീവ് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. സ്ലീവ് റൗണ്ടായിട്ട് ഞാൻ എടുത്തത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് 7 ഇഞ്ചാണ് കേട്ടോ സ്ലീവ് റൗണ്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത്രയും മാത്രമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മളൊരു അജ്രക്കിൻ്റെ മെറ്റീരിയലാണല്ലോ വെച്ച് കൊടുക്കുന്നത്. അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിൽ അജ്രക്കിൻ്റെ മെറ്റീരിയൽ കുറച്ച് ലെങ്ത്തിലാണ് ഉള്ളത്. ഇനി നമ്മൾ താഴ്വശം കുറച്ച് മടക്കി തയ്ച്ചു കൊടുക്കണം. ഞാനിത് ഇത്ര ലെങ്ത്താണ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഇത്ര ലെങ്ത്ത് വേണ്ട എന്നുള്ളത്. അങ്ങനെ ഞാനത് കുറച്ച് വെട്ടിയിട്ടാട്ടോ ഞാൻ 9.5 ഇഞ്ചിൽ ഞാൻ ആക്കിയത്. ഇപ്പോൾ 9 ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു ലെങ്ത്ത് കിടക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് നേരത്തെ നമ്മൾ എംബ്രോയ്ഡറിങ് ത്രെഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപയോഗിച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ എംബ്രോയ്ഡറിങ് പഠിച്ചിട്ടൊന്നുമില്ല, യൂട്യൂബൊക്കെ നോക്കിയിട്ട് എംബ്രോയ്ഡറിങ് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് സിമ്പിളായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഒരു ലൈൻ ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മിറർ നമ്മളിവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് അങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തു, കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു 3 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ഞാനിതുപോലെ അടയാളപ്പെടുത്തിയത്. ഇനി നമുക്കിതിൽ മിറേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. B7000 ഗമ്മാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് മിറേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഫാബ്രിക് ഗമ്മിനെക്കാളും ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് ഇതാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കും, പറഞ്ഞു വരത്തില്ല. മറ്റ് ഫാബ്രിക് ഗം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മിറേഴ്സൊക്കെ ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. മിറർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ മിററിൻ്റെ സൈഡൊക്കെ ആ ഒരു ഷാർപ്പിങ് നമുക്ക് ഫീൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി ഞാൻ അവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മിററിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിററിൻ്റെ പുറത്തു കൂടെ ഒന്നുകൂടെ നേരത്തെ ചെയ്ത പോലത്തെ ഒരു എംബ്രോയ്ഡറിങ് ഒന്നുകൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു പെന്നുണ്ടല്ലോ, അത് നമ്മൾ വരയ്ക്കുമ്പോൾ കളർ വരുന്നെങ്കിലും നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കളർ അവിടെ നിന്ന് മാഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മിററിൻ്റെ സൈഡിൽ ഇതുപോലെ ചതുരവും വട്ടവും ഒക്കെ വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഒന്ന് എംബ്രോയ്ഡറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ഡിസൈനായിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ബാക്ക് പാർട്ടും നമ്മുടെ ഇതിൻ്റെ കഴുത്തും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ സ്ലീവൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള ആ ലുക്കൊന്ന് കണ്ടാലോ. ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ ഇതുപോലെ നെക്കാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു റൗണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു കുനിപ്പ് കൊടുത്തിട്ടുള്ള ഈ ഒരു നെക്കായിരുന്നു ഞാൻ ഫ്രണ്ട് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് സൈഡിൽ ഒരു റൗണ്ട് നെക്കുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത്. സ്ലീവിൻ്റെ താഴ്വശത്തും ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറിങ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞത് ഇതുപോലെയാണ്. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് നമുക്ക് ഷോൾഡറിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഈ ചുരിദാറിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതേ നമ്മുടെ ചുരിദാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പ്ലെയിൻ മെറ്റീരിയലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് അടിപൊളി ഒരു മോഡൽ ചുരിദാറാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചുരിദാർ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു മോഡൽ ഡ്രസ്സായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ അശ്വതി.